കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മൾ. ഈ ലോകത്തിലുള്ള മറ്റ് മക്കളെക്കാൾ എന്തുകൊണ്ടും ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മൾ. കാരണം ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടും ഭാഗ്യം ലഭിച്ചവരാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം സങ്കീർത്തനം 55 അതിൻ്റെ 22, 23 തിരുവചനങ്ങൾ. വചനം പറയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഇത് ഹൃദയം കൊണ്ടൊന്ന് ഏറ്റു പറയാവോ മക്കളെ? നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഈ വചനം വിശ്വസിക്കുന്നിടത്ത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്, വല്ലാത്തൊരു സൗഖ്യമാണ് മക്കളെ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം അത്ര കണ്ട് ഭാരം ചുമക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഇന്നെൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാരം വഹിക്കാൻ പോലും പറ്റാതെ വല്ലാതെ ഞെരുങ്ങുന്നവർ ഇതിനകത്തുണ്ട്. പറ്റണില്ല എന്ന് പറയുന്നവര്, മടുത്തു എന്ന് പറയുന്നവര്, എല്ലാം കൂടെ അവസാനിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര്, എനിക്ക് ജീവിതം വേണ്ട, എനിക്ക് മടുത്തു, എല്ലാം അവസാനിപ്പിക്കും, ഇങ്ങനെ ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. മോളെ, നിന്റെ ഭാരം ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്? അങ്ങനെയെങ്കിൽ നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കേ, ഇറക്കി വയ്ക്കേ. എത്ര നാളായി നീ ചുമടും ചുമക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? നിനക്ക് തന്നെ അറിയത്തില്ലല്ലോ മോളെ, മോനെ, നീ എത്ര നാളായത് വഹിക്കാൻ തുടങ്ങിയിട്ടെന്ന്. ഒത്തിരി വർഷങ്ങളായില്ലേ നിനക്കെടുക്കാൻ പറ്റാത്ത ഭാരവും താങ്ങിക്കൊണ്ട് നടക്കുന്നത്. പലരും നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ചില ഭാരങ്ങൾ മൂലം നീ വല്ലാതെ അസ്വസ്ഥനായിട്ടില്ലേ? നിന്റെ എല്ലാ ഭാരവും കർത്താവിനെ ഏൽപ്പിക്കാനാണ് വചനം പറയുന്നത്. കർത്താവ് നോക്കുന്ന പറഞ്ഞ് ഇതെന്താ വിശ്വസിക്കാൻ പറ്റാത്തേ നമുക്ക്? എൻ്റെ കർത്താവ് എന്നെ നോക്കുമെന്നും എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുമെന്നും എന്തേ നമുക്കത് വിശ്വസിക്കാൻ പറ്റണില്ല? മനുഷ്യൻ പറയുന്നത് പോലെയാണോ ദൈവം പറയുന്നത്? മനുഷ്യനെ വിശ്വസിക്കുന്നത് പോലെയാണോ ദൈവത്തെ വിശ്വസിക്കണ്ടേ? മനുഷ്യന്റെ സ്വരം പോലെയാണോ ദൈവത്തിന്റെ സ്വരം? മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, സത്യമായിരിക്കാം, നുണയായിരിക്കാം, നിന്നെ തളർത്തുന്നതാകാം, വളർത്തുന്നതാകാം. എന്നാൽ ദൈവം പറയുന്നത് അതെന്നും സത്യമാണ്. അതെന്നും സത്യമാണ്. ദൈവത്തിന്റെ സ്വരത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. കർത്താവിന്റെ വചനത്തിന്, അവന്റെ സ്വരത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യരിൽ വിശ്വസിക്കുന്നത് പോലെ ആകരുത് ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതും. ദാ കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. എന്തെല്ലാം ആണോ നിന്റെ ജീവിതത്തിന്റെ ഭാരം? മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം, ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം, കൈക്കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം, മാതാപിതാക്കളുടെ രോഗാവസ്ഥകൾ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം.
ഭാവിയെക്കുറിച്ച്, പഠന മേഖലകളെക്കുറിച്ച്, ജോലി ഇടങ്ങളിൽ വല്ലാത്ത സംഘർഷവും ഭാരവും ഒക്കെ കൊണ്ട് നടക്കുന്നവരുണ്ടാകും. ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഭാരമുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ജീവിത ഭാരമുണ്ട്. ആർക്കാ ഭാരമില്ലാത്ത? നമുക്കെല്ലാവർക്കും നമ്മുടേതായ ജീവിതത്തിന്റെ ഭാരങ്ങളില്ലേ വഹിക്കാൻ. പക്ഷെ നമ്മളിന്ന് സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലൊക്കെ പോകുന്നതിന് കാരണം എന്താ? ഈ ഭാരം നമ്മളല്ല വഹിക്കുന്നത്. നമ്മുടെ ഭാരം നമ്മുടെ കർത്താവാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അസ്വസ്ഥതകളൊന്നുമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിത് വളരെ സുഖകരമായി സന്തോഷപൂർവ്വം ഈ ഭാരം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്ക്, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്നും വചനം കൂട്ടിച്ചേർക്കുന്നത്. നീ കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ കാരുണ്യത്തിലും അവൻ്റെ രക്തത്താലും നീ നീതീകരിക്കപ്പെട്ടവരാണോ? പാപത്തിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, സാത്താനിക അടിമത്തത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം, വീണ്ടെടുപ്പ് സംഭവിച്ചവനാണോ നീ? നീതിമാനാണോ? അവൻ കുലുങ്ങാൻ ദൈവം സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അത് വിശ്വസിക്കുക. ഈശോയെ, ഈ പറഞ്ഞതൊക്കെ ഒന്ന് വിശ്വസിക്കാൻ ഈ നിമിഷം എന്നെ സഹായിക്കാൻ പറ. അത് മാത്രം മതി. കരങ്ങളെട്ട് തുറന്ന് യാചനാപൂർവം പിടിച്ച്, ഇതാ കർത്താവിൻ്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട്. ഭാരം വഹിക്കുന്നവർ, അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് അൽത്താരയിലുണ്ട്. ആ കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് നീ വഹിക്കുന്ന ഭാരം തമ്പുരാനെ കൊടുക്കുക. കർത്താവ് എടുത്തോളും. പാപത്തിൻ്റെ ഭാരത്തോളം വരില്ലല്ലോ മോളെ, മോനെ, മറ്റേതു ഭാരവും. ഏറ്റവും കട്ടിയേറിയ, കാഠിന്യമേറിയ ഭാരം അത് പാപത്തിൻ്റെ ഭാരമാണ്. അതാണ് ഈശോ കാൽവരി കുരിശിൽ വഹിച്ചു മാറ്റിയത്. അങ്ങനെയെങ്കിൽ നിന്റെ ഏതു ഭാരവും ഈശോയ്ക്ക് എടുത്തു മാറ്റാൻ പറ്റും. ഈശോയ്ക്ക് കൊടുക്കുക. കരങ്ങൾ തുറന്നു പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപഭാരം, ജീവിതഭാരം, കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ ഭാരം എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. സങ്കീർത്തനം 57 1 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപയെ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. എന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് കടന്നുപോകുവോളം അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റുണ്ടല്ലോ, കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും അത് വിനാശം വിതയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ, അശുദ്ധിയുടെ, തകർച്ചയുടെ, അനർത്ഥങ്ങളുടെ, അപകടങ്ങളുടെ ഒക്കെ കൊടുങ്കാറ്റുണ്ടല്ലോ, ഇത് കടന്നു പോകുമ്പോളം തമ്പുരാനെ നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം തേടും, അഭയം പ്രാപിക്കുന്നു. എന്നിട്ട് പറയാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കും. സങ്കീർത്തനം പറയാണ്, എനിക്ക് ഉറപ്പാണ്, എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് അവിടെ തന്നെ രക്ഷിക്കുന്നു. സങ്കീർത്തകനോട് ചേർന്ന് വിശ്വസിക്കാം, വിശ്വസിച്ചേറ്റ് പറയാം, മോളെ മോനെ, നിന്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കട്ടെ.
ഇവിടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന.